ലഹരിരഹിത പുലരിക്കായി പുതുപ്പള്ളി ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തെരുവ് നാടകം നടത്തി. പുതുപ്പള്ളി ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ആഗസ്റ്റ് 12-നോടനുബന്ധിച്ച് ലയൺസ് ഡിസ്ട്രിക്റ്റ് 318B നേതൃത്വത്തിൽ പുതുപ്പള്ളി ലയൺസ് ക്ലബ്ബും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളി NSS യൂണിറ്റിൻ്റെയും വിമുക്തി ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുപ്പള്ളി IHRD ടെക്നിക്കൽ സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരിയില്ലാത്ത പുലരിക്കായി എന്ന LED സ്ക്രീനിംഗ് സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബിജു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ഈ പ്രോഗ്രാം ലയൺസ് 318B ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിശദീകരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അലക്സ് കുര്യൻ, ക്ലബ്ബ് സെക്രട്ടറി കുര്യാക്കോസ് കുര്യൻ മാത്യു, ട്രഷറർ ജോസഫ് കുര്യൻ, ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ കൊച്ചുമാത്യു KR, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ഫിലിപ്പ്, NSS പ്രോഗ്രാം ഓഫീസേഴ്സ് സീന പി സിന്ദൂര S, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തില് ലയൺസ് ക്ലബ്ബ് നടത്തുന്ന ഒരു പരിപാടിയുടെ തുടർച്ചയായി നമ്മുടെ പുതുപ്പള്ളിയിൽ നടത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. എനിക്ക് നിങ്ങളോടൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഡ്രഗ്സ് എടുക്കരുത്. ഡ്രഗ്സ് എടുക്കുന്നവരെ കണ്ടാൽ അവരെ അവരോട് നോ പറയണം. കാരണം ഡ്രഗ്സ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കും, ഈ നാടിനെ നശിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ, നമ്മുടെ നാട് ഡ്രഗ്സ് വിമുക്തമാക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. ഇവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ജില്ലയിലെ മുഴുവൻ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഈ ഒരു പ്രോഗ്രാം നടത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് നല്ലൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുപ്പള്ളി ലയൺസ് ക്ലബ്ബിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ ഡിസ്ട്രിക്ട് 318Bയിലെ ഏതാണ്ട് 125ഓളം ലയൺസ് ക്ലബ്ബുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും പുണ്യപ്രവൃത്തികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുപ്പള്ളി ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടുത്തെ 4 സ്കൂളുകളിൽ നടക്കുന്നത്. തീർച്ചയായും ലയൺസ് ഡിസ്ട്രിക്ട് 318Bയുടെ പേരിൽ പുതുപ്പള്ളി ലയൺസ് കൽപ്പാന്തി കാലത്തോളം നിന്നെ ഇരുകാലിയായി സൃഷ്ടിച്ചു. ചിന്തിക്കാൻ കേൾപ്പുള്ള നിന്നെ വികാരങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നീ പരിണമിച്ച് ഇരുകാലിയിൽ നിന്ന് 4 കാലിയായിരിക്കുന്നു. വെറും ശുനകനെ പോലെ നീ വേട്ടയാടുന്നു. നീ മനുഷ്യനോ വെറും വേട്ടപ്പട്ടിയോ? മലനാടും വീശും കാറ്റും കടലലയും കേട്ടുണരുന്നേ നിറമാറിയ കഥകൾ മൂന്നും പടുലം. ആണായി ജനിച്ചവനാണേ തായെ കരുതേണ്ടവനാണേ താങ്ങേണ്ട കരങ്ങൾ തന്നെ കൊല ചെയ്യുന്നു. ആണായി ജനിച്ചവനാണേ തായെ കരുതേണ്ട
ആ ചിരി കണ്ടോ? മനസ്സലിഞ്ഞ് പോകുന്നില്ലേ? പക്ഷേ നിഷ്കളങ്കതയും കൊട്ടുന്നതുമൊക്കെ എത്ര നാളത്തേക്ക്? 10-18 വർഷം കഴിഞ്ഞ് ആ കാഴ്ചയൊന്ന് കാണണം. ആദ്യത്തെ കുഞ്ഞതാ കലാലയത്തിലെത്തി. അവൻ യുവാവുമായി കാമുകനുമായി. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിക്കരുതെന്ന്. കടം വാങ്ങിയാൽ ഞാൻ തിരികെ തരും. ഞാൻ ചത്തൊന്നും പോയിട്ടില്ലല്ലോ. ഓ തള്ള വീണ്ടും. തള്ളേ, പണത്തിന്റെ പേരിൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എനിക്കറിയാം കൊടുത്തു തീർക്കാൻ. പോടി നിന്റെ കൊള്ളരുതായ്മ കൂട്ടുന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? പോടി. പോട്ടെ, പോകുന്നവരെല്ലാം പോട്ടെ. ഞാൻ എന്നും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ആ വാടാ മോനെ, എനിക്കറിയായിരുന്നു ആരുമില്ലേലും നീ കൊണ്ടുണ്ടാകുമെന്ന്. പോട്ടെ, വീടിന് വേണ്ട, നാടിന് വേണ്ട, നീച്ച പെണ്ണിന് വേണ്ട, പെറ്റ തള്ളക്ക് വേണ്ട. ഞാനെല്ലാത്തിനി സ്നേഹം നടിച്ചവളെ നീയാണോ അഞ്ചകി? മരണത്തിൻ കുന്നിന്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിനടിയിൽ കീഴായി കൂടി കൂറു കണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതൻ. പൊന്നുണ്ണി പൊങ്കരളേ പൊന്നണയും പൊൻകതിരേ. പൊന്നുണ്ണി പൂങ്കരളേ പൊന്നണയും പൊൻകതിരേ. ഇനി രണ്ടാമത്തെ കുഞ്ഞ്. അവൻ ഇന്ന് മെഡിക്കൽ കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അത് അവന്റെ കർഷനിലാ കേൾക്കുന്നത്. അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ, അതാ അവന്റെ മുറിയിൽ. ദൈവമേ, ഇതെന്ത് വിധി! ദേഹം മുഴുവൻ ദിവസങ്ങൾ പഴക്കമുള്ള മുറിവുകൾ. ജലപാനമില്ലാതെ മോനെ നീ എത്ര ദിവസം? ആരാണ് ആ ക്രൂരത ചെയ്തത്? കണ്ണുകൾ നീറുന്നു, മുറിവുകൾ പുഴുവരിക്കുന്നു. വയ്യ, ഇനി സഹിക്കാൻ വയ്യ. ചേട്ടന്മാർക്ക് മദ്യപാനത്തിനുള്ള പണം എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇനി ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? ഉപയോഗമില്ലാത്തതിനെ നശിപ്പിച്ചു കളയണം. കിളിവാതിൽ കൂടി കുറുകണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതൻ. പൊന്നുണ്ണി പൂങ്കരളേ പൊന്നണയും പൊൻകതിരേ. പൊന്നുണ്ണി പൂങ്കരളേ പൊന്നണയും പൊൻകതിരേ. മൂന്നാമത്തെ കുഞ്ഞിന് 15 വയസ്സ്, 10ാം ക്ലാസ് പഠനം. അതെ, അവനെന്തോ അപകടം പറ്റിയിരിക്കുന്നു. മോനെ, അവരവനെ കൊന്നോ? മരിച്ചിട്ടില്ല, ഗുരുതരാവസ്ഥയിലാണ്. അത് കേൾക്കുന്നുണ്ടോ? അവിടെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. എവിടെ? കാണാൻ കഴിയുന്നില്ല. ഹോസ്റ്റലിൽ. സ്കിബിടി,
എന്തായി അവന്റെ അവസ്ഥ? അവൻ തീരുമെന്ന് തോന്നുന്നത്. മരിച്ചാൽ നമുക്ക് സീനാവുന്നു മച്ചാനെ. കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ സീനൊന്നുമില്ല മച്ചാനെ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അത് ശരിയാ, പോലീസ് കേസെടുക്കില്ല. എന്റെ നെഞ്ചക്കിന്റെ പവർ അവിടെ തലയടിച്ചു പൊളിച്ച്. ഓനെ കൊല്ലുമെന്ന് പറഞ്ഞാ കൊന്നിരിക്കും. ഓന്റെ കണ്ണിലേക്ക് നോക്കേണ്ടതായിരുന്നു. ഒരു കണ്ണില്ലടോ. കിളിവാതിലിൽ കൂടി കുറുകണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു ഭൂതൻ. പൊന്നുണ്ണി പൂങ്കരളേ പൊന്നടയും പൊൻകതിരേ, പൊന്നുണ്ണി പൂങ്കരളേ പൊന്നടയും പൊൻകതിരേ. മൊത്തവും കഞ്ചാവും പീടിയുമാണല്ലോ. പിള്ളാരെ, നീയൊക്കെ കീഴടങ്ങുന്ന നല്ലത്, അല്ലെങ്കിൽ എന്റെ ലാത്തി നിങ്ങളോട് സംസാരിക്കും. ഹേ പോലീസുകാരാ, നിന്നെ നിന്റെ സംവിധാനങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യം സ്വാതന്ത്ര്യമാണ്. അടിച്ചോടിക്കാനില്ലാത്തി പിള്ളേരെ, ഞാൻ ഒരു ഡോക്ടറാണ്. ലഹരിയും പിഴച്ച കൂട്ടുകെട്ടും നിങ്ങളെ മൃഗങ്ങളാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ ചികിത്സിക്കാം. എന്റെ സൈക്കോതെറാപ്പി ലോകമെങ്ങും പ്രശസ്തമാണ്. ഞങ്ങൾക്ക് എന്തിനാണോ ഡോക്ടർ? രോഗികൾക്കല്ല ചികിത്സ കണ്ടത്. അവൻ കള്ളം പറയുന്നു. അവന്റെ കഴുത്തിഞ്ഞിരിക്കേ. നാട് പാലിക്കേണ്ട നിയമ കഥകൾ പറഞ്ഞാലും എന്റെ നീതി എന്റെ മാർഗമന്തിമം. വിചിത്രമായ സംഹിതകൾ നൂറു നൂറ് വന്നാലും എന്റെ നീതി എന്റെ മാർഗമന്തിമം. ഉണ്ണിയെ ചലിക്കാനായുള്ളം തടന്നാലും സിരകളിലെ ലഹരിയോട്ടം തഴയുമോ? കണ്ണീര് കണ്ടാലും ചോര വീണ് ചുവന്നാലും തകരാത്ത മൃഗമായി മാറിന. ആരുമാരും ഓർത്തിടാത്ത നൂറു നൂറ് ജീവിതങ്ങൾ ആ വഴിക്കും ഈ വഴിക്കും ഓടി ഓടി വീണുടഞ്ഞു പോയി, ഓടി ഓടി വീണുടഞ്ഞു പോയി. എന്റെ കുഞ്ഞെ, മോളെ, മോനെ, നീ ആരാണ്? ഞാനൊരമ്മയാണ്. മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മ. നിന്റെ കണ്ണീർ കഥ ഞങ്ങളോട് പറയുന്നു. എന്റെ കണ്ണീർ കഥ വിരിയുന്ന സൂര്യനും വീശുന്ന കാറ്റിനും ഓരോ പുൽനാമിനും അറിയാം. ശിലയായി മാറിയ നിങ്ങൾക്ക് അറിയില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മയാണ് ഞാൻ. അമ്മയോ? ഞങ്ങൾക്ക് അമ്മയില്ല. കുഞ്ഞുങ്ങളെ, ലഹരി നിങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചിന്തകൾ മന്ദീഭവിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, കണ്ണു തുറന്ന് കാണൂ. നീ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അമ്മയാണോ? കുഞ്ഞുങ്ങളെ, അമ്മയുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുക. ഒരമ്മയെ പോലെ, അച്ഛനെ പോലെ, ഗുരുക്കന്മാരെ പോലെ ഈ ലോകത്ത് വേറെ ആർക്കും ഒരു ലഹരിക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്താണ് സ്നേഹം? ഒരിക്കലും കൈവിടാത്തതാണ് സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം മുഴുവൻ അണിനിരക്കുന്നു. ജാതിയോ മതമോ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് പിന്തുണ നൽകി തെറ്റുകളെ തിരുത്താൻ അവർ ശ്രമിക്കുന്നു. അതാണ് സ്നേഹം. അമ്മേ, ഞങ്ങൾ തിരികെ വന്നാൽ എല്ലാവരും ഞങ്ങളെ സ്വീകരിക്കുമോ? കുഞ്ഞുങ്ങളെ, ഭൂമിയോളം ക്ഷമയുള്ള പെറ്റവയനെ നിങ്ങൾ വിശ്വസിക്കും. ഈ സമൂഹത്തിന് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയും. നിങ്ങൾ ലഹരി ഉപേക്ഷിക്കും, ഹിംസ ഉപേക്ഷിക്കും, സ്നേഹിക്കാൻ തുടങ്ങും. ഈ സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ടില്ലേ? കാഴ്ചയില്ലാത്ത ലോകത്ത് ഒരമ്മയുടെ കരുതലോട് ചേർത്ത് നമുക്ക് വീണുപോയവരെ തിരിച്ചെടുക്കാം.